എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ. റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടിനെ കുറിച്ചാണ് ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നത്. ഈ വീഡിയോയിലും റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടിനെ കുറിച്ചുള്ള കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ് അടങ്ങിയ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യമെന്ന് പറഞ്ഞോട്ടെ, ഈ വീഡിയോ നിങ്ങൾക്ക് പഠനത്തിനായി ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമാവും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങളുടെ പുസ്തകത്തിലെ പ്രാക്ടിക്കൽ പ്രോബ്ലം 4ാമത്തെ ക്വസ്റ്റ്യനാണിത്. ഓൺ 31st March 2017 ദ ബുക്സ് ഓഫ് ഭാരതീയ ജനതാ ബാങ്ക് ഹാഡ് ഫോളോയിങ് അക്കൗണ്ട് ബാലൻസസ്. 2017 മാർച്ച് മാസം 31-ാം തീയതി ഭാരതീയ ജനതാ ബാങ്കിൻ്റെ അക്കൗണ്ട്സിൽ താഴെ പറയുന്ന കാര്യങ്ങളാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് ബ്രാക്കറ്റിൽ 1st April 2016 ₹42,000. റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ 1st April 2016 ബാലൻസ് ആയിട്ട് 42,000 രൂപ. റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണുക. നെക്സ്റ്റ് ഐറ്റം, ഡിസ്കൗണ്ട് റിസീവ്ഡ് ₹3,40,000. ആ ബാങ്കിന് ആ വർഷം ബിൽ ഡിസ്കൗണ്ടിലൂടെ ലഭിച്ച മുഴുവൻ എമൗണ്ട് ആണ് ₹3,40,000. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത്, ഓൺ ക്ലോസിംഗ് ദ ബുക്സ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ ഡിസ്കൗണ്ടഡ് റിസീവ്ഡ് ഇൻക്ലൂഡ്സ് unexpired discount of ₹61,000 to be carried to the next year. ഇവിടെ ഓൺ ക്ലോസിംഗ് ദ ബുക്സ്, അതായത് ബുക്കുകൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് അവർ കണ്ടെത്തി, എന്താ കണ്ടെത്തിയത്? ദ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻക്ലൂഡ്സ് അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ട് ഓഫ് ₹61,000. ഡിസ്കൗണ്ട് റിസീവ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ആയിട്ട് തന്നിരിക്കുന്ന 3,40,000 രൂപയിൽ 61,000 രൂപ അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ട് ആണ്. എന്ന് വെച്ചാൽ ഈ വർഷത്തെ ഈ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന വർഷത്തിൽ ഉൾപ്പെടുത്തേണ്ട ഇൻട്രസ്റ്റ് അല്ല ഈ 61,000 രൂപ. അത് അടുത്ത വർഷത്തിൽ ഉൾപ്പെടുത്തേണ്ട ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ടു ബി ക്യാരിഡ് ടു ദ നെക്സ്റ്റ് ഇയർ, അത് നെക്സ്റ്റ് ഇയറിലോട്ട് ക്യാരി ചെയ്യണം. അതിനായിട്ട് എന്ത് ചെയ്യണം? റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ആ അക്കൗണ്ടിലോട്ട് ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയും വേണം. ഓക്കെ, പിന്നെ പറയുന്നത്, ഷോ ദ എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അണ്ടർ ഡിസ്കൗണ്ട് ഏൺഡ് for the year 2016-17 also give journal entries and a ledger accounts required for the above. ഓക്കെ, ഇതിന് വേണ്ടി മേൽ പറഞ്ഞ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ട്സ് ബുക്കുകളും അതേപോലെ ജേർണൽ എൻട്രീസും ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷം ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ വർഷത്തെ ഇൻകം അല്ലാത്തതിനാൽ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിലോട്ട് മാറ്റിയ എമൗണ്ട് ആണ് 42,000 രൂപ. ഇത് കഴിഞ്ഞ വർഷത്തെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻകം അല്ലായിരുന്നു, പക്ഷേ ഈ വർഷത്തെ ഇൻകമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ 3,40,000 രൂപയാണ് ഡിസ്കൗണ്ട് ആയിട്ട് ആ വർഷം കിട്ടിയ എമൗണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ ഈ എമൗണ്ട് ആഡ് ചെയ്യണം. എന്തുകൊണ്ടാണ്? 42,000 രൂപ ഈ വർഷത്തെ ഇൻകമാണ്. കഴിഞ്ഞ വർഷത്തിൽ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് ആ വർഷത്തെ ഇൻകത്തിൽ നിന്ന് ഒഴിവാക്കി ഈ വർഷത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഇട്ടിരുന്ന എമൗണ്ടാണ്. ഈ എമൗണ്ട് ഈ വർഷം ഡിസ്കൗണ്ട് റിസീവ്ഡിൻ്റെ കൂടി ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വർഷത്തിൽ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് ആയിട്ട് മാറ്റേണ്ട തുക അത് ഇവിടെ ഡയറക്റ്റ് വന്നിട്ട് 61,000 രൂപയാണ്. ആ എമൗണ്ട് നമ്മൾ ഈ വർഷത്തെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും വേണം. ഓക്കെ, അതേപോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ വർഷം ഈ ഫൈനൽ 31st March 2017 ഈ ബാങ്ക് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതേണ്ട ഡിസ്കൗണ്ട് റിസീവ്ഡ് ആയിട്ട് എഴുതേണ്ട എമൗണ്ട് എത്ര എന്നാണ് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എഴുതേണ്ടത് ഡിസ്കൗണ്ട് റിസീവ് ടോട്ടലായിട്ട് ഈ വർഷം ലഭിച്ച ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് എഴുതണം. ക്വസ്റ്റ്യനിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 3,40,000 രൂപയാണ്. ഈ എമൗണ്ടാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഇവിടെ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് എഴുതിയിട്ട് 3,40,000 രൂപ എഴുതി. ഓക്കെ, 3,40,000 രൂപയാണ് ടോട്ടൽ ഡിസ്കൗണ്ട് ആ വർഷം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ കൂടെ റിബേറ്റ് ബാലൻസ് 1/4/2016, അതായത് ഓപ്പണിംഗ് റിബേറ്റ് ഉണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ വർഷത്തെ ഇൻകം അല്ലാത്തത് കാരണം റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടിരുന്ന എമൗണ്ട്, അതായത് ഈ വർഷത്തെ ഇൻകമാണത്, ആ എമൗണ്ടാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അതിൻ്റെ എമൗണ്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്. റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് 1st April 2016 എന്ന് പറഞ്ഞിട്ട് 42,000 രൂപ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് റിബേറ്റ് അക്കൗണ്ടിൽ തന്നിട്ടുണ്ട്. ആ എമൗണ്ട് ഈ വർഷത്തെ ഡിസ്കൗണ്ട് റിസീവറിൻ്റെ കൂടി ആഡ് ചെയ്യണം. ഫ്രണ്ട്സ്, ഇവിടെ
ഡിസ്കൗണ്ട് റിസീവ്ഡ് 3,40,000 കൂടെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസായ 42,000 രൂപ ഞാൻ ആഡ് ചെയ്തു. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3,82,000 രൂപയാണ്. ഓക്കെ, ഇതിൽ നിന്ന് ഈ വർഷം ഡിസ്കൗണ്ട് റിസീവ്ഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എമൗണ്ടായ 61,000 രൂപ, അതായത് ഈ വർഷം റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട്, ഈ വർഷത്തെ ഇൻകം അല്ലാത്തത് കൊണ്ട് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ടായ 61,000 രൂപ ഇവിടെ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻക്ലൂഡ്സ് അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ട് ഓഫ് ₹61,000. ഓക്കെ, ഈ എമൗണ്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം, ഇതിൽ നിന്ന് നമ്മൾ കുറയ്ക്കണം. ഓക്കെ, ഈ എമൗണ്ടിൽ നിന്ന് 61,000 രൂപ 61,000 റുപ്പീസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 3,21,000 റുപ്പീസ് കിട്ടും. ഈ 3,21,000 രൂപയാണ് ഈ വർഷം ഈ ബാങ്കിങ് കമ്പനി ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആയിട്ട് എഴുതേണ്ട എമൗണ്ട്. ഓക്കെ, ഇതാണ് എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ഇവിടെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ വർഷം 3,40,000 രൂപയുടെ ഡിസ്കൗണ്ട് മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിഞ്ഞ വർഷത്തിലെ ഓപ്പണിംഗ് ബാലൻസായ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിലെ എമൗണ്ട് ആഡ് ചെയ്തു. അത് തമ്മിൽ കൂട്ടിക്കിട്ടിയ എമൗണ്ടിൽ നിന്നും ഈ വർഷത്തിൽ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിലോട്ട് മാറ്റിയ എമൗണ്ട് മൈനസ് ചെയ്തു. അത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് പറയാവുന്നത് ഡിസ്കൗണ്ട് റിസീവിൻ്റെ കൂടി ഓപ്പണിംഗ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട് ആഡ് ചെയ്തു, ക്ലോസിംഗ് ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട് ലെസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ വർഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് കിട്ടി. ഓക്കെ, ഇത്രയുമാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ. ഇതിനുശേഷം നമ്മൾ ജേണൽ എൻട്രി എഴുതണം. നമുക്ക് നോക്കാം. ജേണൽ എൻട്രി എഴുതുമ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് തന്നിരിക്കുന്ന എമൗണ്ട് ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് ഫസ്റ്റ് എൻട്രി വരുന്നത്. ഓക്കെ, നോക്കാം. ഇവിടെ ഡേറ്റ് കോളത്തിൽ 1/4/2016 എന്ന് എഴുതുക. 1/4/2016 എന്ന് പറയുന്നത് ഈ ബാങ്കിങ് കമ്പനി അവസാനമായി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം. അവസാനമായി ഈ ബാങ്കിങ് കമ്പനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത ഡേറ്റ് എന്ന് പറയുമ്പോൾ 31/3/2016 ആയിരിക്കും. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഈ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിലോട്ട് മാറ്റിയ എമൗണ്ട് ഒരു റിവേഴ്സ് എൻട്രി ഇട്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, റിവേഴ്സ് എൻട്രി എന്ന് പറയുമ്പോൾ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിലോട്ട് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ടു റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട് ആണ്. നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, റിവേഴ്സ് എൻട്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട് ആണ് ഡെബിറ്റ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് റിവേഴ്സ് എൻട്രി എന്ന് പറയുന്നത്. ഈ റിവേഴ്സ് എൻട്രി ഇട്ട് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിലോട്ട് മാറ്റിയ എമൗണ്ട് തിരിച്ച് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് എൻട്രി. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഉണ്ടായിരുന്ന എമൗണ്ട് 42,000 രൂപയാണ്. 42,000 അത് ഡെബിറ്റ് ചെയ്തു. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ ആ എമൗണ്ട് 42,000 രൂപ ക്രെഡിറ്റ് ചെയ്തു. ഇതാണ് റിവേഴ്സ് എൻട്രി. ഓക്കെ, ഇതിൻ്റെ നറേഷൻ എഴുതണം. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നറേഷനായിട്ട് ബീയിങ് ദ എൻട്രി ഫോർ ട്രാൻസ്ഫർ ഓഫ് ഓപ്പണിംഗ് ബാലൻസ് ഇൻ റിബേറ്റ് ടു ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട്. ഇവിടെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിലെ ഓപ്പണിംഗ് ബാലൻസ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻട്രി ആണെന്നാണ് ഇത് പറയുന്നത്. ഓക്കെ, അടുത്ത എൻട്രി 31/3/2017 ആ വർഷത്തെ ഇൻട്രസ്റ്റ് അല്ലാത്ത എമൗണ്ട് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്ന എൻട്രി ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് അക്കൗണ്ട് ഡെറ്റർ ടു റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ ആ വർഷത്തെ ഇൻട്രസ്റ്റ് അല്ലാത്ത എമൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിലോട്ട് ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ എമൗണ്ട് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 61,000 രൂപയാണ്. 61,000 റുപ്പീസ്. ഓക്കെ, അത് രണ്ട് ഡെബിറ്റിലും ക്രെഡിറ്റ് എഴുതി കാണിക്കുക. ഓക്കെ, അപ്പം ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ 61,000 രൂപ ഡെബിറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ 61,000 രൂപ ക്രെഡിറ്റ് ചെയ്യുന്നു. അടുത്ത ജേണൽ എൻട്രിയുടെ നറേഷൻ എഴുതണം. ഇവിടെ ബീയിങ് ദ പ്രൊവിഷൻ ഓഫ് അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ട് ഓൺ 31 March 2017 2017 മാർച്ച് 31 അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ടിൻ്റെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ നറേഷനായിട്ട് വരുന്നത്. അതായത് ആ വർഷത്തെ ഇൻകം അല്ലാത്ത പോർഷൻ പ്രൊവിഷനായിട്ട് കരുതി റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത എൻട്രി ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മളിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആദ്യം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ എമൗണ്ട് ആണ് ഇവിടെ കാണിക്കേണ്ടത്. നമുക്ക് നോക്കാം. ഇവിടെ എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 3,21,000 രൂപ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിരുന്നു. ഈ എമൗണ്ട് ആണ് ഈ വർഷം ഈ ബാങ്ക് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് എന്ന ഇൻകം ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഈ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ 3,21,000 രൂപ ഡെബിറ്റ് ചെയ്യുന്നു.
അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 3,21,000 രൂപ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് ട്രാൻസ്ഫറിങ് എൻട്രി ആണ്. ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ 3,21,000 ഡെബിറ്റ് ചെയ്യുന്നതിലൂടെ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് അവിടെ ക്ലോസ് ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, ഇത് നറേഷൻ എഴുതണം. നറേഷനായിട്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ്. ഓക്കെ, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, അടുത്തതായി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടുമാണ്. ഓക്കെ, ഈ അക്കൗണ്ട്സിൻ്റെ പ്രിപ്പറേഷനും കൂടി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഒരു പ്രൊവിഷൻ അക്കൗണ്ടാണ്, ലയബിലിറ്റി നേച്ചറുള്ള അക്കൗണ്ടാണ്. ഓക്കെ, ഈ അക്കൗണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ ലയബിലിറ്റി നേച്ചറാണ് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ബാങ്കിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻകമാണ്. അതിന് ഇൻകത്തിൻ്റെ റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇൻകത്തിനും ലയബിലിറ്റിക്കും ഒരേ റൂളാണ്. ഇൻകവും ലയബിലിറ്റിയും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കൺസേൺഡ് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യും. ഇൻകവും ലയബിലിറ്റിയും ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ കൺസേൺഡ് അക്കൗണ്ടിൽ ആ എമൗണ്ട് ഡെബിറ്റ് ചെയ്യും. ഇതാണ് എൻ്റെ റൂള്. ഓക്കെ, ഇത് ഓർത്ത് വെച്ചേക്കുക. ആദ്യമായി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടാണ്. റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അത് ആദ്യം നമ്മൾ എടുത്ത് എഴുതണം. ഇവിടെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഒരു ലയബിലിറ്റി നേച്ചറുള്ള അക്കൗണ്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഓക്കെ, അതുകൊണ്ട് ബാലൻസ് ഡ്രോ ഡൗൺ എന്ന് എഴുതി ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് തന്നിരിക്കുന്ന 42,000 രൂപ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റിലേ ചെയ്യേണ്ടത്. ഇതിനുശേഷം ജേണൽ എൻട്രി നോക്കുക. അതിൽ ഫസ്റ്റിലത്തെ ജേണൽ എൻട്രി 1/4/2016 ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് എന്നാണ്. ഓക്കെ, ഇവിടെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ 42,000 രൂപ ഡെബിറ്റ് ചെയ്തുകൊണ്ട് ആ എമൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അത് ഡേറ്റ് 1/4/2016 ആണ്. ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഇത് ഓപ്പണിംഗ് ബാലൻസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെയും ഡേറ്റ് 1/4/2016 ആണ്. ഓക്കെ, ഇവിടെ ആ ഡേറ്റ് തന്നെ 1/4/2016 തന്നെ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിലോട്ട് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടിലുള്ള 42,000 രൂപ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഫസ്റ്റ് ജേണൽ എൻട്രി. റിവേഴ്സ് എൻട്രിയെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് എന്ന് എഴുതി 42,000 രൂപ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പം ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ ഈ എമൗണ്ട് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട് എന്ന് എഴുതി ക്രെഡിറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഇവിടെ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. അവിടെ ആ ഡേറ്റ് തന്നെ 1/4/2016. ഓക്കെ, റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് എന്ന് എഴുതി ആ 42,000 രൂപ ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ വർഷത്തെ ഇൻകമായ 42,000 രൂപ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ഓക്കെ, അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട് 2016 വർഷത്തെ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ബാലൻസ് ഉണ്ടായിരുന്നു. അത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട് 2016 വർഷത്തിലെ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ ഡബിൾ ലൈൻ ചെയ്ത് രണ്ട് സൈഡിലും 42,000 ആയതുകൊണ്ട് രണ്ട് സൈഡിലും എഴുതി ക്ലോസ് ചെയ്തു. ഓക്കെ, അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ ആ വർഷം ഡിസ്കൗണ്ടായിട്ട് കിട്ടിയ ടോട്ടൽ എമൗണ്ട് അത് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ഇവിടെ 1/4/2016 to 31/3/2017 ഈ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നവന്മാരുള്ള മൊത്തത്തിലുള്ള ബിൽ ഡിസ്കൗണ്ടഡ് എമൗണ്ട് അവിടെ അതിനെ നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സൺട്രി എഴുതാം. സൺറൈസ് എന്ന് എഴുതിയിട്ട് ആ 3,40,000 രൂപ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ബിൽ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ എഴുതുമ്പോൾ നമ്മൾ എഴുതേണ്ട അക്കൗണ്ടിൻ്റെ പേരാണ് സൺറൈസ്. ഓക്കെ, സൺറൈസ് എന്ന് എഴുതിയിട്ട് 3,40,000 രൂപ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഇതിനുശേഷം ഇതിൽ ഉൾക്കൊള്ളുന്ന ഈ വർഷത്തെ അല്ലാത്ത ഇൻട്രസ്റ്റ്, അതായത് 61,000 രൂപ ഈ വർഷത്തിൽ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് അത് നമ്മൾ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. നമുക്ക് നോക്കാം. ഇവിടെ 31/3/2017 എന്ന് എഴുതി റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട് എന്ന് എഴുതി ആ 61,000 രൂപ ക്വസ്റ്റിന് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഈ വർഷം റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ടാണ്. ഈ വർഷത്തെ
ഇൻട്രസ്റ്റ് അല്ലാത്തത് തൊട്ടടുത്ത വർഷത്തിലെ ഇൻട്രസ്റ്റ് ആയ എമൗണ്ട് ആണ്. ഈ 3,40,000 ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഈ എമൗണ്ട്. അതുകൊണ്ട് ഈ 61,000 രൂപ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് നമ്മൾ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട് എന്ന് എഴുതി 61,000 രൂപ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പം ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് എന്ന് എഴുതി ഈ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 31/3/2017 എന്ന് എഴുതിയിട്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് എന്ന് എഴുതി ആ 61,000 രൂപ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ 61,000 രൂപ ക്രെഡിറ്റ് വന്നപ്പോൾ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ 61,000 രൂപ ഡെബിറ്റ് വന്നു. ഓക്കെ, ഇത് പിടിയിട്ടെന്ന് വിചാരിക്കുന്നു. ഇതിനുശേഷം റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുക. ഇവിടെ ഈ സൈഡിൽ മാത്രമേ എമൗണ്ട് ഉള്ളൂ. അവിടെ 61,000 എന്ന് എഴുതി 61,000 ഡബിൾ ലൈൻ ചെയ്യുക. ഈ സൈഡിലെ എമൗണ്ട് ഒന്നുമില്ല, 61,000 രൂപ. ഓക്കെ, ഇവിടെ 31/3/2017 എന്ന് എഴുതി ബാലൻസ് ക്യാരി ഡൗൺ 61,000 രൂപ. ഈ 61,000 രൂപ നെക്സ്റ്റ് ഇയറിൽ തൊട്ടടുത്ത വർഷം, അതായത് 1/4/2017 ബാലൻസ് ബ്രോഡ് ഡൗൺ ആയിട്ട് കാണിക്കും. അതായത് 61,000 രൂപ തൊട്ടടുത്ത വർഷത്തിലോട്ട് ഇതിനെ ഫോർവേഡ് ചെയ്യും. ഓക്കെ, ഈ എമൗണ്ട് തൊട്ടടുത്ത വർഷത്തിലെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ വർഷത്തെ ഇൻകം ആയിട്ട് പരിഗണിക്കും. അപ്പോൾ അക്കൗണ്ടിൽ കിടക്കുന്ന ഈ എമൗണ്ട് ആദ്യം ചെയ്ത പോലെ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ക്ലോസ് ചെയ്യും എഗെയിൻ. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇത് പിടിയിട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടാണ് ബാലൻസ് ചെയ്യേണ്ടത്. രണ്ട് സൈഡ് നോക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. രണ്ട് സൈഡിൽ ആ എമൗണ്ട് എഴുതുക. ഇവിടെ 3,82,000 റുപ്പീസ് കിട്ടും. 3,82,000 രണ്ട് സൈഡിൽ എഴുതി. ഓക്കെ, ഇതിനുശേഷം ഈ 61,000 രൂപ ഇതിനകത്ത് നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് 3,21,000 രൂപയെന്ന് കിട്ടും. ഓക്കെ, ഈ എമൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രാൻസ്ഫർ എന്ന് എഴുതി ഈ 3,21,000 രൂപ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ 31/3/2017 നമ്മൾ ഡേറ്റും കൂടി കൊടുത്തേക്കാം. ഓക്കെ, ഈ സെയിം എമൗണ്ട് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും കിട്ടിയത്. നമുക്ക് നോക്കിയേക്കാം. ഇവിടെ എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി വർക്കിംഗ് നോട്ട് എഴുതി കണ്ടുപിടിച്ചിരുന്നു. ഈ 3,21,000 രൂപയാണ് ആൻസറായിട്ട് വന്നിരിക്കുന്നത്. അത് അക്കൗണ്ട് വരച്ച് കണ്ടുപിടിക്കുന്ന രീതി, ഇത് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കണ്ടുപിടിക്കുന്ന രീതിയാണ്. ഓക്കെ, ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ഈ ലെസൺ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഞാനത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. കീപ് വാച്ചിങ്. താങ്ക് യു.